മംഗളൂരുവിൽ തോക്കുകളും വെടിയുണ്ടകളുമായി കുപ്രസിദ്ധ കുറ്റവാളികളായ 5 മലയാളികൾ പിടിയിൽ. സംഘത്തിൽ നിന്ന് 12 കിലോ കഞ്ചാവും പിടികൂടി. സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാളിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. രണ്ടു ദിവസങ്ങളിലായി നഗരത്തിലെ വ്യത്യസ്തയിടങ്ങളിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 5 കാസർഗോഡ് സ്വദേശികളെ മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് തോക്കുകളും വെടിയുണ്ടകളും കഞ്ചാവും പിടികൂടി. മംഗൽപാടി സ്വദേശിയും മലപ്പുറം കൊണ്ടോട്ടിയിലെ താമസക്കാരനുമായ അബ്ദുൽ ലത്തീഫ് എന്ന തോക്ക് ലത്തീഫ്, പൈവകളിയിലെ മൻസൂർ, കടമ്പാർ സ്വദേശികളായ മുഹമ്മദ് അസ്ഗർ, മുഹമ്മദ് സാലി, കുന്നുങ്കൈ സ്വദേശി നൌഫൽ എന്നിവരാണ് അറസ്റ്റിലായത്. അറക്കുള ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയിലാണ് 12 കിലോ കഞ്ചാവുമായി കാർ യാത്രക്കിടെ ലത്തീഫ് പിടിയിലായത്. ഇയാൾ സഞ്ചരിച്ച കേരള രജിസ്ട്രേഷൻ കാറും പോലീസ് പിടിച്ചെടുത്തു. കർണാടകയിൽ പലപ്പോഴായി നടന്ന വെടിവെപ്പ് കേസുകളിലെ പ്രതികൾക്ക് തോക്കുകൾ എത്തിച്ചു കൊടുത്തത് ലത്തീഫാണെന്ന് പോലീസ് പറഞ്ഞു. 3 ಕಂಟ್ರಿ ಮೇಡ್ ಪಿಸ್ಟಲ್ಸ್, ಆಮೇಲೆ 6 ಲೈವ್ ರೌಂಡ್ ಸೀಸ್ ಮಾಡಿದ್ದಾರೆ. 12.9 kg ಗಾಂಜಾ ಸೀಸ್ ಮಾಡಿದ್ದಾರೆ. 3 ಗಾಡಿಗಳನ್ನು ವಶಪಡಿಸಿಕೊಂಡಿದ್ದಾರೆ. ಒಟ್ಟಾರೆ ಸುಮಾರು 40 ಲಕ್ಷ ಬೆಲೆದು ವೆಪನ್ಸ್, ಗಾಂಜಾ ಮತ್ತು ಕಾರ್ ಸೀಸ್ ಮಾಡಿದ್ದಾರೆ. കേരളത്തിലും കർണാടകയിലുമായി ഇയാൾക്കെതിരെ കൊലപാതക ശ്രമം, ആക്രമണം, കവർച്ച തുടങ്ങി 13 ക്രിമിനൽ കേസുകളുണ്ടെന്നും പോലീസ് അറിയിച്ചു. ഇതേ ദിവസം നടേക്കാൽ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് 2 തോക്കും 4 വെടിയുണ്ടയുമായി നൌഫൽ, മൻസൂർ എന്നിവർ കൊണാജെ പോലീസിന്റെ പിടിയിലായത്. ഇവർക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് വിവിധ കേസുകൾ നിലവിലുണ്ട്. തലപ്പാടിക്ക് സമീപം ദേവിപുരയിൽ ആയുധങ്ങളുമായി യുവാക്കൾ കാറിൽ പോകുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അസ്ഗർ, മുഹമ്മദ് സാലി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 1 തോക്ക്, 2 വെടിയുണ്ട എന്നിവ പിടിച്ചെടുത്തു. ഇവർ സഞ്ചരിച്ച മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ കാറും കസ്റ്റഡിയിലെടുത്തു. കൊലപാതക ശ്രമം, മയക്കുമരുന്ന് കടത്ത്, ആക്രമണം, കവർച്ച, മണൽക്കടത്ത് തുടങ്ങി കേരളത്തിലും കർണാടകയിലുമായി അസ്ഗറിനെതിരെ 17 ക്രിമിനൽ കേസുകളും മുഹമ്മദ് സാലിക്കെതിരെ 10 കേസുകളുമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.